നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 ഏപ്രിൽ മാസത്തിൽ നമ്മുടെ NIOS എക്സാം വരികയാണല്ലേ. അപ്പോൾ ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പഠിക്കുന്ന എക്സാമും പഠനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ പ്രോജക്റ്റിനെ കുറിച്ചും അസൈൻമെൻറ്റിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പേര് എനിക്ക് കമൻസുകളായിട്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ. അതുമാത്രമല്ല, എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ ഞാൻ അവർക്ക് നമ്പർ കൊടുത്ത് പേഴ്സണലി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേർക്ക് അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പേഴ്സണലി അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ചാനലിലൂടെയും സഹായിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് NIOS എന്ന് നമുക്ക് ആദ്യം നോക്കാം. 1989 സ്ഥാപിതമായതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അഥവാ NIOS എന്ന് പറയുന്ന കോഴ്സ്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണ്. പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയവരുണ്ടല്ലേ, നമുക്ക് ചുറ്റും ഒരുപാട് പേര് എന്തെങ്കിലും സാഹചര്യങ്ങളാൽ പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയവർക്ക് പ്രധാനമായി അവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ കോഴ്സ്. അതുപോലെ തന്നെ വീട്ടമ്മമാർ, നമ്മൾ പഠനമൊക്കെ മുടങ്ങിപ്പോയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ആഗ്രഹിക്കുമെന്ന് 10ാം ക്ലാസ് എഴുതിയെടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ +2 ഒന്നുകൂടി പഠിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അങ്ങനെ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ സൗകര്യാർത്ഥം കൂടി പഠിക്കുന്നതിന് വളരെ ഉപകാരമുള്ളൊരു കോഴ്സാണ് NIOS നടത്തി വരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഞാൻ ഒരിക്കലും NIOSൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടൊരു സ്റ്റാഫോ അങ്ങനെ ഒരു വ്യക്തിയോ അല്ല. ഞാൻ NIOSൻ്റെ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്സ് ഇവയെല്ലാം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ മാത്രമാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചതും. അല്ലെങ്കിൽ ഞാൻ വെറുതെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇപ്പം ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചതോടുകൂടി ഞാനും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി. അതിലും വളരെയധികം നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും എന്ത് സംശയം ഉണ്ടെങ്കിലും, പഠന സംബന്ധമായ എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോടത്ത് ഷെയർ ചെയ്ത് തരുന്നതാണ്. അറിയാൻ വയ്യാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. അല്ലെങ്കിൽ ഈ NIOS കോഴ്സുമായി ബന്ധപ്പെട്ട കൊച്ചിയിലെ ഇതിൻ്റെ ടീച്ചേഴ്സിൻ്റെ നമ്പറുണ്ട്. അവരുടെ ആ ടീച്ചർ ഇന്നലെ കൂടി എനിക്ക് കമൻറ്റിൽ കിട്ടിയ സംശയം ഞാൻ ആ ടീച്ചറിനോട് ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരുപക്ഷെ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒക്കെ തയ്യാറാക്കിയവർ വിചാരിക്കുന്നുണ്ടാവാം ഈ വീഡിയോ കുറച്ചുകൂടെ മുന്നേ കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. സാരമില്ല, ഇനി വരുന്ന ഒക്ടോബർ ബാച്ചുണ്ട്. പിന്നെ അടുത്ത് എഴുതാനുള്ളവർക്ക് ഉപകാരപ്രദമാകുമെങ്കിലാകട്ടെ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്കുണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നലെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് കിട്ടിയ കമൻ്റ് ആയിരുന്നു. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ടായിരുന്നു, സ്ട്രീം 1 എക്സാം എഴുതേണ്ടുന്ന സ്റ്റുഡൻ്റാണ് ഞാൻ. 2022 ഏപ്രിൽ എക്സാം എഴുതേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഏപ്രിൽ എഴുതാൻ കഴിയില്ല. ഒക്ടോബർ സെക്ഷനിലാണ് എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഏപ്രിൽ സെക്ഷനിൽ TMA സബ്മിറ്റ് ചെയ്താൽ ആ മാർക്ക് ഒക്ടോബറിലെ എക്സാമിന് എടുക്കുമോ, പരിഗണിക്കുമോ, അതോ ഒക്ടോബറിലെ TMA, ഇനി ഒക്ടോബറിൽ എക്സാം എഴുതാൻ സമയത്ത് വീണ്ടും ഒക്ടോബറിലെ TMA തന്നെയാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട്. അതുപോലെ തന്നെ എക്സാം ഫീസ് ഇപ്പോൾ എഴുതുന്നതിന്, അതായത് ഏപ്രിലിലെ എക്സാം ഫീസ് അടയ്ക്കണോ അതോ അത് ഒക്ടോബറിൽ എഴുതാൻ സമയത്ത് അടച്ചാൽ മതിയോ, ഇതായിരുന്നു ഡൗട്ട്. അപ്പോൾ നമുക്കറിയാം സ്ട്രീം 1 എന്ന് പറയുന്നത് ഏപ്രിലിലെ എക്സാമും അതുപോലെ സ്ട്രീം 2 ഒക്ടോബറിൽ നടത്തുന്നതുമാണല്ലേ. അപ്പോൾ ഈ സ്ട്രീം 1 എക്സാം എഴുതാൻ തീരുമാനിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ TMA കൂടി എന്ത് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് മാർച്ച് ഏപ്രിൽ ആ എക്സാം എഴുതേണ്ട സ്റ്റുഡൻറ്റിന് എക്സാം എഴുതാൻ കഴിയാതെ വന്നാൽ, TMA സബ്മിറ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുക, തിയറി ഏതെങ്കിലും കാരണവശാൽ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ TMA സബ്മിറ്റ് ചെയ്തു പോയി എങ്കിൽ അതിൻ്റെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ ഒക്ടോബറിൽ തിയറി മാത്രം എഴുതിയാൽ മതിയാകും. അപ്പോൾ അസൈൻമെൻറ്റ് ഒറ്റത്തവണ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഞാൻ NIOSലെ ഒരു ഓഫീസിലെ മെയിൻ ഒരു ടീച്ചറുമായിട്ട് ഇന്നലെ തന്നെ ഇത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് ഈ സംശയത്തിനുള്ള റിപ്ലൈ തരുന്നത്. അപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു തവണ മാത്രമേ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
എക്സാം ഏപ്രിലാണ് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ എക്സാം ഫീ അപ്പോഴടച്ച് എന്ത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്, തിയറി എഴുതിയാൽ മതി. അതുപോലെ തന്നെ എന്താണ് മറ്റൊരു കാര്യം കൂടി ആ ടീച്ചർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരു തവണ മാത്രം TMA എഴുതിയാൽ മതി. അതിനുശേഷം നിങ്ങളിപ്പോൾ ഒക്ടോബറിൽ എഴുതാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എഴുതാൻ കഴിയാതെ വന്നാൽ ആ അഡ്മിഷൻ എടുത്ത് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം വരെ NIOSലുണ്ട്. 5 വർഷത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ അത് ക്യാൻസലായി പോവുകയും പിന്നെ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും രജിസ്ട്രേഷൻ നടത്തി പഠിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ സംശയം ഇതായിരുന്നു. ഇപ്പോൾ TMA സബ്മിറ്റ് ചെയ്തു, എക്സാം ഒക്ടോബറിൽ എഴുതുന്നുള്ളൂ എങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. TMA സബ്മിറ്റ് ചെയ്തു എങ്കിൽ അതിൻ്റെ മാർക്ക് ഓൾറെഡി ആഡ് ആയിക്കോളും. ഒക്ടോബറിൽ എന്ത് ചെയ്താൽ മതി, എക്സാം ഫീ അടച്ചിട്ട് തിയറി മാത്രം എഴുതിയെടുത്താൽ മതിയാകും. ഇനി രണ്ടാമത്തെ ഒരു സംശയം എന്താണ്, രണ്ടാമത്തെ ഒരു സംശയമല്ല, ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആകെ നമുക്കറിയാം 100 മാർക്കിനാണ് നമ്മുടെ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത്. അതിൽ 20 മാർക്കിന് അസൈൻമെൻറ്റ് ആൻഡ് പ്രോജക്റ്റ് വർക്ക്, പിന്നെ എന്താണ് 80 മാർക്കിന് തിയറിയുമാണ്. ഈ 80 മാർക്ക്, അതിൽ 80 മാർക്കിൽ 15 മാർക്കിന് എന്താണ് ഓപ്ഷണൽ മൊഡ്യൂൾ ഉണ്ടാവും. അതായത് 15 മാർക്ക് വീതം ഓരോ സെറ്റ് ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 15 മാർക്കിന് മൊഡ്യൂൾ ഓപ്ഷൻ A എന്നും മൊഡ്യൂൾ ഓപ്ഷൻ 2 എന്നും 2 സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ഒരു സെറ്റ് സെലക്ട് ചെയ്തിട്ട് അതിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. അതായത് പഠിച്ച് തീർന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ വഴിയാണ്. കഴിയുന്നതും എന്ത് ചെയ്തിട്ടുള്ള നമ്മൾ സാധാരണ എന്താണ് കഴിയുന്നത് എന്ത് ചെയ്യണം, നിങ്ങളുടെ തന്നിട്ടുള്ള സിലബസിൽ സബ്ജക്ട്സിൽ മുഴുവനും കവർ ചെയ്ത് പോകാൻ തന്നെ ശ്രമിക്കണം. കാരണം ഏറ്റവും നല്ല നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ NIOS +2 ആയിക്കോട്ടെ +2 പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന അറിവ് നമ്മൾ നേടി തന്നെ പോകണം. അതിനുവേണ്ടി കഴിയുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, മുഴുവനും നമുക്ക് പഠിക്കേണ്ടത് മുഴുവനും കവർ ചെയ്ത് തന്നെ പോകുക. അല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് 15 മാർക്കിന് എന്ത് ചെയ്തേ പറ്റൂ, ഏതെങ്കിലും ഒരു സെറ്റിൽ നിന്ന് തന്നെ ഫുള്ള് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 മൊഡ്യൂൾ നിങ്ങൾക്കറിയാം, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്സ് ഏത് സബ്ജക്റ്റ് ആയാലും അതിൽ മൊഡ്യൂൾ ഓപ്ഷൻ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റ് പഠിക്കുക. 2 സെറ്റും പഠിക്കാൻ സമയമില്ലാത്തവർ ഏതെങ്കിലും അതിലൊരു 5 ചാപ്റ്ററോ 6 ചാപ്റ്ററോ അതിനകത്തേ കാണുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഓപ്ഷണൽ മൊഡ്യൂൾ A ആയാലും B ആയാലും ഏതെങ്കിലും ഒരു സെക്ഷൻ തീർത്ത് പഠിക്കുക. അപ്പോൾ 15 മാർക്ക് ഉറപ്പാണ്. 5-6 ചാപ്റ്ററല്ലേ ഉള്ളൂ, 5-6 അത്രയേ ഉള്ളൂ. അതൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള എത്ര മാർക്കാണ്, വെറും 65 മാർക്ക്. ഈ 65 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മൾ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുമാത്രം ഒരു 2-3 ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ 65 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുവിധം ഒരു അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്കിതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് മറ്റൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താണെന്ന് അറിയാമോ, മലയാളം മീഡിയം. ഈ ഡൗട്ട് ചോദിച്ചവർക്കറിയാം. എന്നോട് കമൻസ് രൂപത്തിൽ ചോദിച്ചവരുണ്ട്, അല്ലെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ട് പേഴ്സണലി എന്നോട് വന്ന് ചോദിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെയുള്ള ഒരുപാട് പേർക്കുള്ള മറുപടിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ മനസ്സിലുള്ളവർക്ക് കൂടി ഉള്ളൊരു വീഡിയോയാണ്. മലയാളം മീഡിയം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിൽ അസൈൻമെൻറ്റ് എഴുതാമോ? അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് മലയാളത്തിൽ അസൈൻമെൻറ്റ് എഴുതാമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് മലയാളം മീഡിയം ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അസൈൻമെൻറ്റ് ഇംഗ്ലീഷിലും എഴുതാം. ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്ത കുട്ടിക്ക് മലയാളത്തിൽ അസൈൻമെൻറ്റ് എഴുതാം. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇംഗ്ലീഷ് മീഡിയം ആണ് സെലക്ട് ചെയ്തതെങ്കിൽ എക്സാം മലയാളത്തിൽ എഴുതാമോ? അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്ത ഒരു കുട്ടിക്ക് മലയാളത്തിൽ എക്സാമും എഴുതാം, അസൈൻമെൻറ്റും എഴുതാം. മലയാളം മീഡിയം ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷിൽ തന്നെ എന്ത് ചെയ്യാം, എക്സാമും എഴുതാം, അസൈൻമെൻറ്റും എഴുതാൻ കഴിയും.
അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഇതിലെന്താണ് ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അസൈൻമെൻറ്റ് പ്രോജക്റ്റ് എന്താണ്, അത് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അതിനകത്തുള്ള കണ്ടൻറ്റ്, അതിനാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനുള്ള കറക്റ്റ് ആൻസർ ആണോ, അതിൽ എഴുതേണ്ട കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് നൽകുന്നത്. ഇനി അടുത്തൊരു സംശയം എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നറിയോ, നിങ്ങൾക്ക് അതായത് പഠിക്കാനുള്ളത് നമുക്ക് ഈ പ്രോജക്റ്റ് അസൈൻമെൻറ്റ് അതിനെക്കുറിച്ച്, അതെന്താണ് പ്രോജക്റ്റ് അസൈൻമെൻറ്റ്, അത് ഞാൻ എന്നോട് ചോദിച്ച കമൻറ്റ്സ് അതിന് താഴെ തന്നെ മറുപടി കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് എന്നോട് ചോദിച്ചിട്ടുള്ളവർക്ക് റിപ്ലൈ നൽകിയിട്ടുമുണ്ട്. നമുക്ക് നൽകുന്നത് എന്താണ് അസൈൻമെൻറ്റും പ്രോജക്റ്റുമായിട്ട് നൽകുന്നത് എന്നൊരു സംശയം. എന്താണ് അസൈൻമെൻറ്റ് ആൻഡ് പ്രോജക്റ്റ്? നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്ന് പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള സബ്ജക്റ്റുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. അല്ലേ, നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ളതാണ് അസൈൻമെൻറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ സബ്ജക്റ്റിലെയും നിങ്ങൾ ആ സബ്ജക്റ്റിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് നമുക്ക് എന്താണ്, നമ്മുടെ ലൊക്കാലിറ്റി സന്ദർശിച്ചുകൊണ്ട്, അതിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങളുടെ പ്രോജക്റ്റ് വർക്ക് എന്തായിരുന്നു, നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു 20 വീട് സന്ദർശിക്കുക, അവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ മാലിന്യ പ്രശ്നങ്ങൾ എന്താണെന്നും അതുപോലെ അതിനുള്ള പരിഹാരങ്ങളും അതിനെക്കുറിച്ച് എഴുതാനായിരുന്നു. അല്ലേ, അതുപോലെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ച് നന്നായിട്ടുള്ള വിവരണങ്ങളും അതൊക്കെയാണ് പ്രോജക്റ്റ് വർക്കിൽ ഉൾപ്പെടുന്നത്. അസൈൻമെൻറ്റ് എത്ര മാർക്കിനാണെന്ന് നമുക്കറിയാം. 20 മാർക്കിനാണ് അസൈൻമെൻറ്റ് ആൻഡ് പ്രൊജക്റ്റ് വർക്ക്. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, അസൈൻമെൻ്റ് ആയിരിക്കും. 6ാമത്തേത് പ്രോജക്റ്റ് വർക്കുമായിരിക്കും. ഇനി ഈ 5 ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഓപ്ഷൻ എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. അല്ലേ, അപ്പോൾ നമുക്ക് ഏതാണോ അറിയാം എന്നുള്ളത്, അതിൽ 1ാമത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ടിട്ട് ഓപ്ഷൻ എ ആണോ ബി ആണോ ഏതാണെന്ന് വെച്ചാൽ എഴുതിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിരുന്നു. അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജ് എഴുതേണ്ടതെന്ന്. അതുപോലെ തന്നെ എന്താണ് അസൈൻമെൻറ്റ്, അതിൻ്റെ ഫ്രണ്ട് പേജിൽ കളറ് അല്ല സ്കെച്ചൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യണോ, എഴുതണോ അതോ പേന ഉപയോഗിച്ച് എഴുതിയാൽ മതിയോ, ഇങ്ങനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അസൈൻമെൻറ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് ഏതാണോ, നീല മഷിയോ കറുപ്പ് മഷിയോ ഏതാണോ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. സ്കെച്ച് പെന്നൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഫ്രണ്ട് പേജ് കളർഫുൾ ആക്കേണ്ട ആവശ്യമില്ല. വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യുക, നീലയോ കറുപ്പോ മഷി ഉപയോഗിച്ച് പേന ഉപയോഗിച്ച് എന്ത് ചെയ്യണം, നല്ല നീറ്റായിട്ട് അസൈൻമെൻറ്റ് ഫ്രണ്ട് പേജ് എഴുതിയിരിക്കണം. ആ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരിക്കണം. അതായത് നമ്മളുടെ നെയിം, സബ്ജക്റ്റ് കോഡ്, എൻറോൾമെൻറ്റ് നമ്പർ, കോഴ്സിൻ്റെ പേര്, അതുപോലെ സ്റ്റഡി സെൻറ്റർ എവിടെയാണ്, ഇതെല്ലാം എഴുതി വയ്ക്കണം. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, അസൈൻമെൻറ്റ് എന്ന് സെൻറ്ററിലായിട്ട് എഴുതിയാൽ, ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അസൈൻമെൻ്റ് എന്ന് നമ്മൾ സെൻറ്ററിൽ എഴുതുക. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ എൻറോൾമെൻറ്റ് നമ്പർ, നെയിം, സബ്ജക്റ്റ് കോഡ്, അതുപോലെ എന്താണ് സ്റ്റഡി സെൻറ്റർ, നമ്മുടെ കോഴ്സ് നെയിം, ഇത്രയും കാര്യങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് എഴുതുക. എന്നിട്ട് ആ എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കറക്റ്റ് ആയിരിക്കണം. സ്റ്റഡി സെൻറ്റർ എവിടെയാണോ നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് നോക്കി തന്നെ എന്ത് ചെയ്യണം, അതെല്ലാം ഫില്ല് ചെയ്യണം. അതിലൊരു മിസ്റ്റേക്ക് വരുത്താനായിട്ട് പാടില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നേരിട്ട് സെൻറ്ററിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ മിക്കവാറും സെൻറ്ററുകൾ എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പോസ്റ്റൽ വഴി നിങ്ങളുടെ TMA അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനി TMAയും അസൈൻമെൻറ്റും ഒന്നാണോ എന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട്. TMA ടോട്ടൽ മാർക്ക് അസൈൻമെൻറ്റ് അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി
അസൈൻമെൻറ്റിന് ക്വസ്റ്റ്യൻ എഴുതണോ എന്നൊരു ഡൗട്ടുണ്ട്. അസൈൻമെൻറ്റിന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ എഴുതണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേജിൽ ക്വസ്റ്റ്യൻ തന്നെ എഴുതിയിട്ട് അടുത്ത പേജിൽ ആൻസർ എഴുതി തുടങ്ങാം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ എന്ത് ചെയ്യാൻ തൊട്ട് താഴെ ആൻസർ എഴുതുകയും ചെയ്താൽ എന്തായാലും ക്വസ്റ്റ്യൻ എഴുതണം. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യാനുള്ളത് ആൻസർ എഴുതി തുടങ്ങേണ്ടത്. അപ്പോൾ ഏറെക്കുറെ ഇനി എന്താണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ജനുവരി 2022 ഏപ്രിൽ എക്സാമിനുള്ള അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ജനുവരി 25 ആയിരുന്നു. പിന്നീട് അത് 30 ആക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാം ഫീ അടയ്ക്കാനുള്ള ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ്. ജനുവരി 31 ഇന്ന് അല്ലേ, ഇന്ന് അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഫൈനോട് കൂടി എന്ത് ചെയ്യാൻ കഴിയും, എക്സാം ഫീ അടയ്ക്കാനായിട്ട് സാധിക്കും. മിക്കവാറും എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഞാൻ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളവർക്കറിയാം, എനിക്ക് അറിയത്തില്ല എങ്കിൽ കൂടി ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ അടുത്ത് ഇതിൻ്റെ മെയിൻ ടീച്ചേഴ്സുമായിട്ടൊക്കെ അന്വേഷിച്ച് നിങ്ങൾക്ക് ഞാൻ അതിനുള്ള റിപ്ലൈ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് എഴുതാനൊക്കെ പേഴ്സണലി ഞാൻ ഒരുപാട് പേരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് പഠന സംബന്ധമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ ആ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്